നമുക്കൊപ്പം ഡോക്ടർ ലിസി അബ്രഹാം കൂടി തുടരുന്നുണ്ട്. ഡോക്ടർ ലിസി, ഇവരെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപടിക്രമങ്ങളെക്കുറിച്ചും അതോടൊപ്പം ഇനി ഇവരെ പുറത്തെത്തിച്ചാൽ ഉടൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇവരെ പുറത്തേക്ക് എത്തിച്ചാൽ ഇപ്പം ഇത്രയും ദിവസം ഏകദേശം 20 ദിവസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ ഇപ്പൊ ഈ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് കഴിയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പം ഈ സുനിത വില്യംസിന്റെ കാര്യത്തിലൊക്കെ അത് വളരെ വാർത്തയായതാണ്. അപ്പൊ അവിടെ അങ്ങനെ ഫ്ലോട്ടിങ്ങിൽ ജീവിച്ച മനുഷ്യർക്ക് താഴെ എത്തിയിട്ട് നിലം തൊടാനുള്ള ഉടൻ തന്നെ കാല് നിലത്തൂന്നാനുള്ള ഭാഗ്യം ഉണ്ടാവത്തില്ല. അവരെ നേരെ സ്ട്രക്ചറിൽ എടുത്തോട്ട് പോയിട്ട് ഒരു മെഡിക്കൽ ടീം, ഇപ്പം ഇവരുടെയൊക്കെ ഒരു ഫിസിക്കൽ കാപ്പബിലിറ്റി വച്ചിട്ട് ഒരു 7 ദിവസത്തെ ക്വാറന്റൈനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മിനിമം 7 ദിവസമാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പം ശുഭാൻശു ശുക്ല ഇപ്പം എയർഫോഴ്സിലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് പൈലറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ മിഷനിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പൊ അവരുടെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എക്സ്പീരിയൻസും, പിന്നെ അദ്ദേഹം IISc ബാംഗ്ലൂർ എന്ന എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ MTech കഴിഞ്ഞ ഒരാളാണ്. എയർഫോഴ്സ് പൈലറ്റ് എന്നുള്ള നിലയിൽ 2000 മണിക്കൂറിലധികം ഫ്ലൈറ്റ് യാത്ര നടത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്യാപ്റ്റനുമാണ്. അപ്പൊ അത്രയും ഫിസിക്കൽ ആൻഡ് മെന്റൽ കപ്പാസിറ്റിയും സ്ട്രെങ്തുമുള്ള ആൾക്കാരാണ് ഈ ക്രൂവിൽ ഉള്ളത്. അപ്പം ഇവര് എന്നാൽ പോലും ഇവർക്ക് കാല് നിലത്തൂന്നാൻ പറ്റത്തില്ല. ഈ പറയുന്ന മസിൽസിന്റെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ഈ പെട്ടെന്ന് ആ ഒരു മൈക്രോഗ്രാവിറ്റിയിൽ നിന്ന് താഴെ എത്തുമ്പോൾ ഒരു ഡിസിനസ്, തലകറക്കം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഇവരെ നേരെ സ്ട്രക്ചറിൽ എടുത്ത് ഒരു മെഡിക്കൽ ടീം അവരെ ഒരു ട്രീറ്റ്മെന്റിൽ മെഡിക്കൽ ടീമിന്റെ നിരീക്ഷണത്തിൽ 7 ദിവസം ക്വാറന്റൈനിലായി. എല്ലാം അവരുടെ വീണ്ടും ഈ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം അവരെ ചെക്ക് ചെയ്ത് എല്ലാം പഴയ രീതിയിൽ എത്തിച്ചിട്ട് ആണ് അവരെ ആ ക്വാറന്റൈനു ശേഷം തിരിച്ചവർ ഇന്ത്യയിലോട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവരെ നേരെ വീണ്ടും ഈ ജോൺസൺ സ്പേസ് സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു ഗ്യാപ്പിന് ശേഷം മാത്രമേ, ഏതാണ്ട് 1 മാസത്തെ വിശ്രമത്തിന് ശേഷം മാത്രമായിരിക്കും ശുഭാൻശു ശുക്ല ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ മസിൽ ചുരുങ്ങുന്നത് ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. കാരണം മസിൽസ് എല്ലാം ബഹിരാകാശത്ത് അൺയൂസ്ഡ് ആണ്, ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ്ങിൽ നടക്കുന്നത് കാരണം. പിന്നെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റുമാണ് ഈ ശുഭാൻശു ശുക്ലയും കൂട്ടരും നടത്തിയത്. അങ്ങനെ ഈ ഒരു 7 ദിവസത്തെ ക്വാറന്റൈനില് വീണ്ടും ഒരു സാധാരണ കുട്ടിയെ പോലെ പിച്ച വെച്ച് തുടങ്ങി നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ മദർ എർത്തുമായിട്ട് ഇണങ്ങിച്ചേർന്നതിന് ശേഷമാണ് അവരെ പിന്നെ ഈ ജോൺസൺ സ്പേസ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്, പിന്നെ അവരവരുടെ ഭവനങ്ങളിൽ പോകാനും വഴിയൊരുക്കുന്നത്. എന്നാൽ തന്നെ അത്രയും കപ്പാസിറ്റിയും സ്ട്രെങ്തും ഉള്ള മനുഷ്യർ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഭൂമിയോട് പൊരുത്തപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായും ഡോക്ടർ ലിസി അബ്രഹാം ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി തത്സമയമുള്ളത്. ഇപ്പോൾ ഓരോ